ഇത് കോൺഗ്രസിനെ പോലൊരു പാർട്ടിയിൽ നിന്ന് എന്തുണ്ടാവും, ആൾക്ക് പലതരത്തിലുള്ള മുൻവിധികളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് കുറച്ച് ബെറ്റർ തീരുമാനം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവ്, സാധാരണ ഒരു നേതാവല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമീപകാലത്ത് കോൺഗ്രസിലെ ഏറ്റവും വലിയ കൊടിപ്പടയുമായി വന്ന നേതാവാണ്. വലിയ തോതിൽ വിസിബിലിറ്റിയും സ്വീകാര്യതയും വലിയ ആവേശം ഉണ്ടാക്കിയ ഒരാൾ, CPM അടിക്കാനുള്ള ഏറ്റവും മൂർച്ചയേറിയ വടി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരാൾ. ഒരു കോംപ്രമൈസും ഇല്ലാതെ CPM സംസാരിക്കുകയും പല ഘട്ടത്തിലും കവിഞ്ഞ വർത്തമാനങ്ങൾ പറയുകയും ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരാൾ, സമീപകാലത്ത് വലിയ അഭിമാന പോരാട്ടമായിരുന്ന പാലക്കാട് ഇലക്ഷനിൽ വിജയിച്ച ഒരാൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് വെച്ചാൽ അവരുടെ സമരമുന്നണിയുടെ നേതാവെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാൾക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനം എടുക്കുന്നു. രണ്ടാമത്തെ അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ കാലമേ ഉള്ളൂ, ആ പദവിയിൽ നിന്ന് എടുത്തു കളയുക എന്ന് മാത്രമല്ല, പൊതുവിടത്തിൽ വന്ന ഒരാളും അദ്ദേഹത്തെ ന്യായീകരിക്കാതിരിക്കുക, അയാൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കാതിരിക്കുക, പരാതിക്കാരെ ആക്ഷേപിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട നടപടികൾ ആ പാർട്ടി സ്വീകരിക്കുന്നത് ഒരർത്ഥത്തിൽ ശുഭകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ നിലയ്ക്ക് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഒന്ന് അവിടെ നിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട്. കോൺഗ്രസ് എന്നതിൽ പല ന്യായങ്ങൾ പറയാനും കഴിയും കേട്ടോ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പം MLA പദവിയിൽ നിന്ന് അയാളെ പുറത്താക്കുക എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റുകളുടെ കുഴപ്പം, ഞാൻ ഈ പരാതിയുടെ ജെനുവിനിറ്റി സംശയിക്കുകയല്ല കേട്ടോ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റുകളുടെ കുഴപ്പം അവ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുക സാധ്യമല്ല. അയാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ തന്നെയും ന്യായം ഇതാണ്, ഒരു പരാതി ഉയർന്നു വന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം, പരാതിക്കാരെ കേൾക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കണം, ഫൈനലി ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പിലാക്കാൻ പറ്റും. ഇപ്പോൾ നിലവിൽ പരാതിയൊന്നുമില്ല, മുഖമില്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും. അതിൽ സ്വീകരിക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം സ്വീകരിച്ചു കഴിഞ്ഞു. അടുത്തതും സ്വീകരിക്കാൻ മടിയൊന്നുമില്ല, വിൻഡോസ് ആർ ഓപ്പൺ. ബട്ട് അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് ശരിയാണല്ലോ, ഏത് ക്രൂരമായ ഹത്യയിലും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അജ്മൽ കസബിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് അയാൾക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പിലാക്കിയത്. അപ്പോൾ ഓൾറെഡി എടുക്കാൻ കഴിയുന്ന പണിഷ്മെൻറ്റുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. അയാളെ പാർട്ടി തള്ളിക്കളയുക, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നും ഞാൻ നിലകൊള്ളുന്നത് കോൺഗ്രസിന് വേണ്ടിയാണ് എന്നും പറയുന്ന ഒരാളെ തള്ളിക്കളയുക, നിങ്ങൾ വേണ്ട, നിങ്ങളുടെ കൂടെ പാർലമെൻ്ററി പാർട്ടിയിൽ ഞാൻ ഇരിക്കില്ല എന്ന് ആര് തീരുമാനിക്കുന്നു? പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കുന്നു. ഞങ്ങളുടെ കൂടെ ബ്ലോക്കായി നിങ്ങൾ ഇരിക്കേണ്ട നിയമസഭയിൽ എന്ന് തീരുമാനിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിലും നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ പോരാടി നേടിയതാണ്, അവിടെ മാറ്റി നിർത്തിയിരിക്കുന്നു. വേറെ ആളെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് കോൺഗ്രസ് സമീപകാലത്ത് സ്വീകരിച്ച മെച്ചപ്പെട്ട നിലപാടുകളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ വന്നാലും അവരെ സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ട്. ഒന്ന് അവർക്ക് അതിനകത്ത് രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന കാര്യം, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് തന്നെ BJPയെ വിജയിപ്പിക്കാനാണെന്നായിരുന്നു കഴിഞ്ഞ തവണ CPM ആക്ഷേപിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇത്തവണ ശരി, ഞങ്ങളൊരു ബൈ ഇലക്ഷൻ ഉണ്ടാക്കുന്നില്ല. അന്നത്തെ ആരോപണത്തിന് മറുപടി പറയാം, ഞങ്ങളായിട്ടൊരു ബൈ ഇലക്ഷൻ അവിടെ ഉണ്ടാക്കുന്നില്ല. BJPക്ക് ഇപ്പോഴും ജയിക്കാൻ സാധ്യതയുണ്ട്. 9 മാസം മാത്രമേ സമയമുള്ളൂവെങ്കിലും BJPക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയും. BJPക്ക് അവിടെ ജയിക്കാൻ ഇനിയും സാധ്യതകൾ പയറ്റാൻ കഴിയും. ഞങ്ങളത് തുറക്കുന്നില്ല, അവിടെ ഇരിക്കട്ടെ, 6 മാസം കഴിഞ്ഞ സമയം മാത്രമാകുമ്പോൾ നമുക്ക് നോക്കാം എന്ന രാഷ്ട്രീയ ന്യായം അവർക്ക് പറയാൻ കഴിയും. BJPയുടെ സാധ്യതയുള്ളൊരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അടച്ചു. രണ്ടാമത്, ആ പാർട്ടിക്കും പ്രയാസങ്ങളുണ്ടാവും. ഇത് മൊത്തം ആൾക്കാരവിടെ പോയി ക്യാമ്പ് ചെയ്യണമല്ലോ. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് പീരുമേട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിനെല്ലാം പൈസ വേണം, വൻതോതിൽ പൈസ വേണ്ട ഒന്നാണ്. പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് ആ പാർട്ടിയെ സംബന്ധിച്ചു അവരാലോചിച്ചിട്ടുണ്ടാവും, ഒരു വൈകാരിക ആവേശത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കാം എന്ന് തീരുമാനിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പാർട്ടി എന്ന നിലയ്ക്കുള്ള തൊല്ല വലുതാണ്. അതിൻ്റെ കൂടെ രാഷ്ട്രീയമായി ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളും പ്രധാനമാണ്. സോ അതുകൊണ്ട് കോൺഗ്രസ് അവരുടെ ഒരു ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇപ്പോൾ എന്താണ് അതിനകത്ത് വി ഡി സതീശൻ്റെ നിലപാട് വളരെ പ്രധാനമായി എന്ന് തോന്നുന്നു. കാരണം ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ച ഇതിനോട് ചെയ്യില്ല എന്ന് അദ്ദേഹം പൊസിഷൻ എടുക്കുകയും അതിൻ്റെ മാക്സിമത്തിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയുകയും ചെയ്തു. കാരണം സർക്കാരിനെതിരെ ഭയങ്കര കണിശമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഓടത്തില്ല, ഒരു നിലയ്ക്കും വർക്കാവില്ല. കാരണം ആ നിലയ്ക്ക് ആളുകൾ അവിശ്വസിച്ച് കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ. എന്തൊക്കെ തരത്തിലുള്ള ഗിമ്മിക്സ് ഇറക്കിയാലും. ഇന്നലെ അദ്ദേഹം വന്ന് മാധ്യമങ്ങളെ കണ്ട് അവന്തിക എന്ന് പറയുന്ന ആൾ ഉന്നയിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം വിശദീകരിച്ചു, തിരിഞ്ഞങ്ങ് പോയി. പക്ഷെ അവന്തികയുടെ പ്രശ്നം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ള, അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു എന്ന് പറയുന്ന കേസാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിശദീകരണം നൽകാനില്ല, ചോദ്യത്തിന് ഉത്തരവും പറയാനില്ല. അത് വ്യാജമാണെന്ന് കരുതി അദ്ദേഹം പറഞ്ഞത് ഈ AI ക്രിയേറ്റഡ് ഓർ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഓഡിയോ സന്ദേശമാണെങ്കിൽ, ഇപ്പം നമ്മൾ മീഡിയ 1 ചാനൽ അദ്ദേഹത്തിൻ്റെ ഈ ഓഡിയോ സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന് പറഞ്ഞ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മളെക്കാൾ മുമ്പും അതിന് ശേഷമായിട്ട് പല ചാനലുകളും ടെലികാസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റവും അപമാനം ഉണ്ടാക്കിയ സംഗതി ആയിരിക്കുമല്ലോ. അതൊരു വക്കീൽ നോട്ടീസ് അയച്ചോ, തെറ്റായ കാര്യങ്ങൾ എനിക്കെതിരെ പ്രചരിപ്പിക്കുന്നു, എനിക്കെതിരെ മാനിപ്പുലേറ്റഡ് വീഡിയോ ഓഡിയോ പ്രചരിപ്പിക്കുന്നു. അദ്ദേഹം എവിടെയെങ്കിലും അയച്ച് നമ്മൾ കണ്ടോ? ഇല്ല. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്.
പോട്ടെ, അതിന് മറുപടിയെങ്കിലും ഒന്നും അയക്കണ്ട, നിങ്ങൾ ഈ ചെയ്തുകൊണ്ട് ഈ സാധനം ഇന്ന കാരണങ്ങളാൽ തെറ്റാണ് എന്നല്ലേ വാർത്താ സമ്മേളനം വിളിച്ച് ആദ്യം പറയേണ്ടത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ മരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഈ അവന്തിക എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പലതരത്തിലുള്ള സംശയമുണ്ട്. ഞാൻ തുറന്നിവിടെ ഇപ്പം പറയുന്നില്ല അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്. അത്തരം സന്ദർഭങ്ങൾ ഇപ്പം നിങ്ങൾ നോക്കൂ, എനിക്കെതിരെ ഒരു ഞാൻ അതുമായി ബന്ധമില്ലാത്ത വേറെ കാര്യം പറയാം. എനിക്കെതിരെ ഒരു ആക്ഷേപം ഉയർന്നു വരുന്നു. ആക്ഷേപം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഞാൻ ആകെ ഡിഫൻസിലാവുന്നു. അപ്പോൾ എനിക്ക് മറികടക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അത്തരം ഫോൾസ് ആയിട്ടുള്ള ആക്ഷേപങ്ങൾ കൂടുതലായി പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ തന്നെ വന്ന് പിന്നീട് ഇവയെല്ലാം കൂടി പൊളിച്ച് കാണിക്കുക. അതുകൂടി എല്ലാം തെറ്റാണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ എനിക്ക് പറ്റും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അദ്ദേഹം അത് പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഒരു സാധ്യത ഇത്തരം കാര്യത്തിൽ നമുക്ക് സ്ട്രാറ്റജി എടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് ഉയർന്നുന്ന സീരിയസ് ആയിട്ടുള്ള വിമർശനം എന്താണോ ആ വിമർശനത്തിന് മറുപടി പറഞ്ഞ് പൊളിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടോ? ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ മയക്കുമായിരുന്നു. മാധ്യമങ്ങൾക്ക് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ, എത്ര നേരം വേണമെങ്കിലും. പക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു തിരക്ക് തിരിച്ചു പോകാൻ. അദ്ദേഹം വീട്ടിനകത്തിരിക്കുകയാണ്, വീട്ടിനകത്തിരിക്കുകയാണ് ദിവസങ്ങളായിട്ട്. അദ്ദേഹം എന്തായി തിരക്ക്? തൻ്റെ ഭാഗം ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇനിയും സംസാരിക്കാം. നമുക്ക് അതാണ്, നമുക്കൊരു ഇഷ്ടം പോലെ എയർ ടൈമും ഉണ്ട്. അവിടെ പോയിട്ടുള്ള റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ കാത്തു കിടക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം തിരിച്ചുപോയി. കാരണം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മൗലികമായ സംഗതിക്ക് മറുപടി പറയാനില്ല. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് പറയാനുള്ള കാര്യം, നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ഇത്തരം ഗിമ്മിക്സ് കാണിച്ചാലും ഈ സംഭവത്തെ മറികടക്കാൻ എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ പുറത്ത് എന്തൊക്കെ തരത്തിലുള്ള സംഗതികൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് വേദനയുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. പുറത്ത് നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള സംഗതികൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അകത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണമല്ലോ. നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒരു വലിയ ആരോപണം ഉയർന്നു വരുന്നു. മീഡിയ വണിലെ ജേർണലിസ്റ്റ് നിലയ്ക്ക് ആരോപണം ഉയർന്നു വരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അകത്ത് നിൽക്കുന്ന എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് ഒന്നാമത്തെ പ്രതീക്ഷ. ഞാൻ നിങ്ങളോടും അപരാധം ചെയ്ത ആളാണെങ്കിൽ അത് കിട്ടുമോ? ഈ വിവാദത്തിൻ്റെ സവിശേഷത അതാണ്. കാരണം അകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ വിശ്വാസമില്ല. കാരണം അതിനകത്ത് ഈ പറയുന്ന മോശം എക്സ്പീരിയൻസ് ഉള്ള വനിതകളുടെ എണ്ണം 1/2 ഡസനോളം വരും. അതാണ് ബേസിക് പ്രശ്നം. അതുകൊണ്ട് പുറത്ത് നമ്പറുകൾ കാണിച്ച് അകത്ത് നിൽക്കാൻ കഴിയില്ല. അകത്ത് അതിനേക്കാൾ വലിയ പാതകം ഓൾറെഡി ഇയാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രശ്നമാണ് ഈ കേസിൽ മാക്സിമം മുന്നോട്ട് പോകാൻ വി.ഡി. സതീശനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അല്ലാതെ മാത്രമല്ല, അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ്. ഒരു MP അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൽ പോയിരുന്ന് പൊട്ടിക്കരഞ്ഞതിൻ്റെ കഥ ഇപ്പോൾ കേൾക്കുന്നു. അയാൾക്കുണ്ടായ അനുഭവത്തിൻ്റെ പേരിൽ പല കോൺഗ്രസ് നേതാക്കൾ വനിതകൾ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട്സ് കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പുറത്ത് സാധാരണ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് മറികടക്കുന്ന വിധത്തിൽ പുറത്ത് നമ്പർ കാണിച്ച് നിൽക്കാമെന്ന് കരുതാൻ കഴിയില്ല. അകത്തുള്ള ആരൊക്കെയാണ് ഇപ്പോൾ പുറത്തുനിന്ന് രംഗത്ത് വന്ന സ്ത്രീകളെന്ന് കാണുക, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ ഭാര്യ രംഗത്ത് വന്നിരിക്കുന്നു, ഉമാ തോമസ് രംഗത്ത് വന്നിരിക്കുന്നു, അരൂരിലെ പഴയ MLA രംഗത്ത് വന്നിരിക്കുന്നു, ആരെല്ലാം രംഗത്ത് വന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട താര ടോജോ അലക്സ്, അവരെല്ലാവരും നേരിട്ടോ അല്ലാതെയായിട്ടുള്ള അവരുടെ വിമർശനങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആളുകൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് അദ്ദേഹം നന്നായി മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് നിലനിൽക്കാത്ത ഡിഫൻസ് എടുക്കരുതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യം. കോൺഗ്രസ് അതിന് ചെയ്യാൻ കഴിയുന്ന ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പലതരത്തിലുള്ള സങ്കീർണതകളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ട് കൂടി കോൺഗ്രസ് അതിന് ചെയ്യാൻ കഴിയുന്ന ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.